ഇന്ത്യയുടെ അഭിമാന ദൗത്യ പദ്ധതിയായ ഗംഗയാൻ യാഥാർത്ഥ്യമായാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുമെന്ന് ISRO മേധാവി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് സൂചന നൽകി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ തലവൻ. മനുഷ്യനെ വഹിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമായ ഗംഗയാൻ യാഥാർത്ഥ്യമായാൽ മോദിയെ ബഹിരാകാശത്തേക്ക് അയക്കാൻ സന്തോഷമേ ഉള്ളൂവെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥൻ വ്യക്തമാക്കി. ഗംഗയാന് പുറമെ 3 സുപ്രധാന ദൗത്യങ്ങളും ഈ വർഷം ISROയ്ക്ക് മുന്നിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഗംഗയാന്റെ ആദ്യ യാത്രയ്ക്കുള്ള സംഘത്തെ നേരത്തെ മോദി പ്രഖ്യാപിച്ചിരുന്നു. വ്യോമസേനയുടെ ഭാഗമായ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അങ്കദ് പ്രതാപ്, അഞ്ജിത് കൃഷ്ണൻ, ശുഭാംശു ശുക്ല എന്നിവരാണ് പരീക്ഷണത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. എന്നാൽ ദൗത്യത്തിനായി അയക്കാൻ യോഗ്യരായ പരിശീലനം സിദ്ധിച്ച ബഹിരാകാശ യാത്രികർ കുറവാണെന്ന് ഡോക്ടർ സോമനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. VIP-കൾ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ അയക്കാനാകില്ല. വർഷങ്ങളുടെ പരിശീലനവും കഴിവുകളും ആവശ്യമായ ദൗത്യമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി മോദിയെ ബഹിരാകാശത്തേക്ക് അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: തീർച്ചയായും അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് സോമനാഥ് പറയുന്നു. പക്ഷേ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ് മോദി. എന്നാൽ എല്ലാ മനുഷ്യരെയും കൊണ്ടുപോകാൻ ശേഷിയുള്ള പേടകം വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും സോമനാഥ് പറയുന്നു. ഗംഗയാൻ യാഥാർത്ഥ്യമായാൽ മോദിയെ കൊണ്ടുപോകുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടമെത്തിയാൽ രാഷ്ട്രത്തലവൻ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പറക്കണം. അത് നമ്മുടെ പേടകത്തിലും നമ്മുടെ മണ്ണിൽ നിന്നുമാകണം. ഗംഗയാൻ അതിന് സജ്ജമാകാൻ കാത്തിരിക്കുകയാണെന്നും ഡോക്ടർ സോമനാഥ് കൂട്ടിച്ചേർത്തു. ചന്ദ്രയാൻ 2 എന്ന സ്വപ്നം ആദ്യം മുളപൊട്ടുമ്പോൾ അത് ചന്ദ്രനിലേക്കുള്ള ഒരു ദൗത്യം മാത്രമായിരിക്കില്ല. അത് ഇന്ത്യയുടെ അജേയമായ ചൈതന്യത്തിൻ്റെയും അതിൻ്റെ മികവിൽ അന്വേഷണത്തിൻ്റെ പ്രകടനമായിരിക്കും. എന്നാൽ ദൗത്യം ശക്തി പ്രാപിച്ചപ്പോൾ ഒരു യാഥാർത്ഥ്യം വെളിപ്പെട്ടു. രാഷ്ട്രത്തിൻ്റെ ഖജനാവിൻ്റെ സംരക്ഷകരായ കോൺഗ്രസിന് എന്ത് നേടാനാവുമെന്ന് കാണാതെ അന്ധരായി അവർ നിന്നു. പക്ഷെ പിന്നീട് മോദി സർക്കാർ വന്നതിന് ശേഷം കണ്ടത് പ്രധാനമന്ത്രി മോദിയുടെ മേൽനോട്ടത്തിൽ ബഹിരാകാശത്തിലേക്കുള്ള ഒരു വൻ മാറ്റമാണ് കണ്ടത്. ഇന്ത്യയുടെ യാത്ര ഒരു പരിവർത്തനപരമായ കുതിച്ചുചാട്ടം നമ്മൾ കണ്ടു. ആഗോള ബഹിരാകാശം ഉൾപ്പെടെ രാജ്യത്തോടുനീളം സ്ഥാനം പിടിച്ചു. ഇന്ന് ബഹിരാകാശ പര്യവേഷണ ലോകത്ത് ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കൽ നമ്മുടെ മുന്നിൽ സ്വന്തം ബഹിരാകാശ യാത്രകൾ ആരംഭിച്ച് രാജ്യങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബഹിരാകാശ യാത്രകൾക്കായി നീക്കിവച്ച ബഡ്ജറ്റ് 123% ശ്രദ്ധേയമായ ഒരു കുതിപ്പിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. 2013-14 കാലഘട്ടം നോക്കുമ്പോൾ 5615 കോടി രൂപയിൽ നിന്ന് 2023-24 വരുമ്പോൾ 12543 കോടിയായി ഉയർന്നു. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ലാൻഡിംഗ് സ്കേപ്പും അഗാധമായ മാറ്റം പ്രകടനമാണ്. 2022 മാത്രം $119 മില്യൺ ഈ സംരംഭങ്ങളിലേക്ക് ഒഴുകിയിട്ടുണ്ട്. 2017 മുമ്പുള്ള $38 മില്യൺ നിന്ന് ഗണ്യമായ കുതിപ്പുണ്ട്. കൂടാതെ നേടിയ $174 മില്യൺ $157 മില്യൺ ലഭിച്ചു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലുള്ള കഴിഞ്ഞ 9 വർഷങ്ങളിലും അതുപോലെ ഇതുവരെ സമ്പാദിച്ച 256 ദശലക്ഷം യൂറോയിൽ 223 ദശലക്ഷം യൂറോ മോദി ഭരണത്തിൽ 9 വർഷത്തിനിടയിൽ ലഭിച്ചതാണ്. ഇതുവരെ ഏകദേശം 3300 കോടി രൂപ സംഭാവന ചെയ്ത് മോദി ഭരണം ശ്രദ്ധേയമായ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇന്ത്യൻ ബഹിരാകാശത്തേക്ക് നരേന്ദ്രമോദിയുടെ ഒരു നാഴികക്കല്ലാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം UP സർക്കാർ ഭരിച്ച കാലഘട്ടം പോലെയല്ല നരേന്ദ്രമോദി വന്നപ്പോൾ. ഇന്ത്യൻ ബഹിരാകാശത്തേക്ക് ഒരുപാട് സ്വകാര്യ ബഹിരാകാശ കമ്പനികൾക്ക് വരെ സ്റ്റാർട്ടപ്പായി അവർക്ക് കടന്നു വരാനുള്ള ഒരു രീതി, അല്ലെങ്കിൽ കടന്നു വരാനുള്ള ഒരു വാതിൽ തന്നെ നരേന്ദ്രമോദി സർക്കാർ തുറന്നിട്ട് കൊടുത്തു എന്ന് തന്നെ പറയാം. ISROയ്ക്ക് വേണ്ടി, ഇന്ത്യൻ ബഹിരാകാശത്തേക്ക് വേണ്ടി വലിയൊരു തുകയാണ് ഓരോ ബഡ്ജറ്റിലും നരേന്ദ്രമോദി സർക്കാർ മാറ്റിവെക്കുന്നതെന്ന് എടുത്തു പറയാം. അതിൽ യാതൊരു സംശയവുമില്ല എന്നത് തന്നെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.